നമ്മുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. പക്ഷേ ബ്രഹ്മോസിൻ്റെ പരീക്ഷണം നിരന്തരമായി മാറ്റിവെക്കുന്നൊരവസ്ഥയിലാണ്. അത് എന്തായിരിക്കും, അത് ആ തരത്തിലേക്ക് പോകാനുള്ളൊരു വിഷയം ഉണ്ടാവുമല്ലോ, കാരണം ഉണ്ടാവുമല്ലോ. അതായത് ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞൊരു ദ്വീപ് സമൂഹമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. അത് ഫിലിപ്പീൻസിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അമേരിക്കയുടെ ഒരു സൈനിക താവളമാണത്. അപ്പോൾ ഈ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അവരുടെ സർവേ അല്ലെങ്കിൽ സ്പെഷ്യൽ മിഷൻ ഷിപ്പുകളാണ് നങ്കൂരമിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ ചൈനക്കടൽ, അതേപോലെ തന്നെ ജപ്പാന്റെ ഭാഗങ്ങൾ തുടങ്ങി നിരവധിയായ, ഒപ്പം മലാക്ക കടലിടുക്ക്, ഇവിടെയെല്ലാം അവരുടെ സജീവ സാന്നിധ്യം ഉണ്ടാവുകയും ഈ പ്രദേശങ്ങളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും മാപ്പിങ്ങും ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കപ്പലുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നോട്ടാം പ്രഖ്യാപിച്ചു. നമ്മുടെ കപ്പൽ വേധ ക്രൂയിസ് മിസൈല് അതിൻ്റെ ബ്രഹ്മോസ് വേർഷനാണ് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ യാദൃശ്ചികമെന്ന രീതിയിൽ ഈ അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അധികാരപരിധിക്ക് പുറത്തുള്ള, നമ്മുടെ ഇത്ര നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന ഓരോ രാജ്യത്തിൻ്റെ അതിരാണ്. അപ്പോൾ ഓരോ രാജ്യത്തിന് അത് തീരുമാനിക്കുക. ചൈന എന്ന് പറയുന്നത് സാധാരണ എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഭാഗം ഇത്ര അധീനതയിലാണ് ഞങ്ങളുടെ അതിരെന്ന് സ്വമേധയെ പ്രഖ്യാപിച്ചത് പ്രദേശമാണ്. ഏകപക്ഷീയമായിട്ടാണ് അവർ അതിർത്തികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു അന്താരാഷ്ട്ര നയത്തിന് നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഖ്യാപിച്ച തീരത്തിനോട് സമീപിച്ചാണ് അതായത് ആ അതിർത്തിക്ക് പുറത്ത്, സമുദ്ര അതിർത്തിക്ക് പുറത്ത് ഈ കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതുകൂടാതെ ചൈനയുടെ നിരവധിയായ ചാരക്കപ്പലുകൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ, അതോടൊപ്പം തന്നെ അന്തമാൻ നിക്കോബാർ സമുദ്ര മേഖലയിൽ, ഒപ്പം മാലിദ്വീപിന് സമീപം ശ്രീലങ്കയിൽ ഒക്കെ വളരെ പെട്ടെന്ന് ഇത് നമ്മൾ പ്രഖ്യാപിച്ചതോടുകൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊട്ടും യാദൃശ്ചികമല്ല എന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം, ചൈന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്. അമേരിക്കയും ചൈനയുമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ അതിൻ്റെ സാധ്യത വിദൂരമാണെന്നറിയാം. ഇപ്പം തൈവാനുമായിട്ട് അവരൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അമേരിക്കയും ഈ പറയുന്ന ചൈനയുമായിട്ട് നേരിട്ട് യുദ്ധമുണ്ടാകുകയില്ല. ഉക്രൈൻ മോഡലിൽ ആയുധം കൊടുക്കൽ മാത്രമേ അവിടെ നടക്കൂ. ജപ്പാൻ ഉപയോഗിക്കേണ്ടി വരും. ജപ്പാൻ ഉപയോഗിച്ചാലും ജപ്പാൻ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോവുകയില്ല. ഫിലിപ്പൈൻസ് ഇവരെല്ലാം ആയുധം സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ചെയിനിന്റെ ഭാഗമാണ്. തൈവാനുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നീണ്ടു നിൽക്കുന്ന ഒരു ഇതുണ്ട്. അതിനുള്ള സാമ്പത്തികവും സാങ്കേതികവും അല്ലെങ്കിൽ ആയുധപരമായിട്ടുള്ള കഴിവുള്ള രാജ്യം. യുദ്ധത്തെ കുറിച്ച് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ അത് ഉക്രൈന്റെ കാര്യത്തിൽ തെളിഞ്ഞതാണ്. എങ്കിൽ പോലും ഇവിടെയെല്ലാം അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ചൈനയുമായിട്ടോ നേരിട്ടൊരു യുദ്ധത്തിന് വരികയില്ല. എന്നാൽ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയായ 3ാമത്തെ വ്യോമസേനയായി മാറിയിരിക്കുന്ന ഇന്ത്യയുടെ ആ 3ാമത്തെ വ്യോമസേനയുടെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മിസൈൽ സിസ്റ്റമാണ്. അഗ്നി സീരീസിൽ നിന്ന് തുടങ്ങിയിട്ട് ബ്രഹ്മോസിൽ എത്തി നിൽക്കുന്ന അതിൻ്റെ നിരവധിയായ വേർഷൻസിലുള്ള മിസൈലുകളാണ്. അപ്പോൾ ഇവയുടെ ഒരു ചൈനയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവരാഗ്രഹിക്കുന്നത് ഈ മിസൈലിന്റെ ടെക്നോളജിക്കൽ ഡാറ്റാസാണ്. ഉദാഹരണത്തിന് അത് എത്ര കിലോമീറ്റർ റേഞ്ചിൽ സഞ്ചരിക്കും, അതിൽ എത്ര മാത്രം പേലോഡ് വഹിക്കുവാനായിട്ട് കഴിയും, അതോടൊപ്പം തന്നെ അത് ഏതൊക്കെ രീതിയിലുള്ള തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്, എത്ര താഴ്ന്നു പറക്കുവാൻ സാധിക്കും, എത്ര ഉയർന്നു പറക്കുവാൻ സാധിക്കും, ഈ റേഡിയസ് എല്ലാം അവർ മനസ്സിലാക്കി എടുത്താൽ അവരുടെ യുദ്ധതന്ത്രപരമായ പ്രതിരോധത്തിൽ ഈ ആയുധങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന രീതിയിൽ മാറ്റം വരുത്തി പുതിയ ഡിഫൻസ് സിസ്റ്റം അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാക്ക് ചെയ്താലുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത്, നമ്മളുടെ ആയുധങ്ങളെ ശത്രുവിനെ പ്രതിരോധിക്കാൻ പറ്റുക എന്ന് പറയുന്ന ആയുധം ദുർബലമാണ്, അല്ലെങ്കിൽ നിർജീവമാണ്, അല്ലെങ്കിൽ പ്രയോജനരഹിതമാണെന്നൊരു തോന്നലുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇത്ര നാളും നമ്മുടെ ആയുധങ്ങളെ പരീക്ഷിച്ചിരുന്നത് നോട്ടാം പ്രഖ്യാപിക്കാതെ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതിന്റെ റേഞ്ചിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതയെ സംബന്ധിച്ച് അത്രമാത്രം വലിയൊരു രഹസ്യം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നോട്ടാം പ്രഖ്യാപിച്ചതോടുകൂടി അമേരിക്കയും പാശ്ചാത്യ ലോകങ്ങളും പ്രത്യേകിച്ച് ചൈനയും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് അവരെ സാധാരണ ചെയ്യുന്നൊരു രീതിയുണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ ചൈനക്ക് ധാരാളം ഈ ചാര കപ്പലുകളുണ്ട്. അവരതിന് പറയുന്ന പേര്
ഞങ്ങളുടെ സർവേ കപ്പലാണ് എന്നാണ് പറയുന്നത്. സമുദ്ര പഠന ഗവേഷണ കപ്പലുകളാണ് കപ്പലുകളാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾക്കുണ്ട്, നമുക്ക് മാലിയിലേക്കും വിട്ടിട്ടുണ്ടായിരുന്നു. അതെ, INS ധ്രുവ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് കപ്പലുണ്ട്. അതിന്റെ പല സീരീസ് നമ്മൾക്കുണ്ട്. അത്യന്താധുനികമാണ്, എല്ലാ തരത്തിലുള്ള ടെക്നോളജി അതിലുണ്ട്. പക്ഷേ ചൈന ഈ സമുദ്രത്തിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കണം. തെക്കൻ ചൈന കടൽ ഏകദേശം അവരുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിലാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വൻ ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അൻഡമാനിൽ നമ്മൾക്ക് താവളമുള്ളത്, സൈനിക താവളം ഉള്ളത് കൊണ്ട് തന്നെ, നാവിക സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ആ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് അതുവഴിയാണ് ഏറ്റവും തിരക്കുള്ള സമുദ്രപാതയാണ്. അവിടുത്തെ ആധിപത്യവും നമ്മൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സമുദ്രാധിപത്യമാണെങ്കിൽ ഇത് മിസൈൽ എന്ന് പറയുന്ന വ്യോമാധിപത്യത്തിന് കരുത്തേകുന്ന ഒരു സാധനമാണ്. അതെ, ഈ മിസൈൽ എന്തിനാണ് കൂടുതലും ഇത് കൊടുക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്? ഇത് കപ്പൽ വേധ മിസൈലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ വേർഷനിൽ അവർ സംശയിക്കുന്നു. ഇപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇതിന്റെ ഒരു ഡാറ്റാസും DRDO നമ്മുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രങ്ങളോ ആരും ഒന്നും കൊടുത്തില്ല. ഓൺലി നോട്ട മാത്രമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സമുദ്ര പരിവേഷണം, ഇലക്ട്രോണിക് നിരീക്ഷണം, സർവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈന അവരുടെ കപ്പലുകളെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ പ്രദേശങ്ങൾ, അതായത് അറബിക്കടലും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അവര് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ സമുദ്രത്തിലുള്ള ട്രെഞ്ചുകളെ നിരീക്ഷിക്കുക, അതേപോലെ തന്നെ സമുദ്രത്തിലെ പർവ്വതങ്ങൾ. ഈ ഒരു അന്തർവാഹിനി അവർക്ക് ശത്രുരാജ്യത്തേക്ക് വിടണമെങ്കിൽ ഇതിനെ സോണാർ ഉപയോഗിച്ച് മാപ്പ് ചെയ്തു കംപ്ലീറ്റ് നമ്മളുടെ ഈ ഉപഗ്രഹത്തിലൂടെ നമ്മുടെ ഭൂമിയെ കിട്ടുന്ന പോലെ അണ്ടർ വാട്ടറിൽ എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കാൻ പറ്റുന്ന തടസ്സങ്ങളില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ സമുദ്ര മേഖലയിലുള്ള പഴുതുകൾ അവർ നോക്കിയാണ് ഒന്ന് ചെയ്യുന്നത്. അപ്പൊ അതിനവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കപ്പലുകൾ വന്നിട്ട് നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ട് അതിനെ ഡീകോഡ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്യും. ഇതിലൂടെ അതിന്റെ ഇപ്പൊ ധാരാളം ഇലക്ട്രോണിക് സിഗ്നലുകളാണ് ഒരു വിക്ഷേപണ സമയത്ത് പുറപ്പെടുവിക്കുന്നത്. ആ ഇലക്ട്രോണിക് സിഗ്നലിൽ നിന്ന് അതിന്റെ പൂർണ്ണമായ സ്വഭാവം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അത് ഡീകോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതോടുകൂടി. ഇതോടൊപ്പം തന്നെ നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ചെയ്യുമല്ലോ, അതായത് അത് റോക്കറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ റോക്കറ്റിന്റെ ശേഷി ഭാവിയിൽ എന്തായിട്ട് മാറും? നമ്മുടെ മിസൈലായിട്ട് മാറും. അപ്പൊ ഉപഗ്രഹങ്ങളുടെ ഉപയോഗിക്കുന്ന ഇപ്പൊ ക്രയോജനിക് സാങ്കേതികവിദ്യ നമ്മൾ സ്വന്തമാക്കിയപ്പോൾ അതിനുപയോഗിക്കുന്ന റോക്കറ്റുകളെ ശേഷി ഇവർക്ക് പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അത് റോക്കറ്റ് ഗവേഷണ രംഗത്ത് അവരുടെ ടെക്നോളജി, അവരും സ്വന്തമായിട്ട് റോക്കറ്റ് ഉള്ളവരാണ്, അവർക്ക് എന്തൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ നോട്ട പ്രഖ്യാപിച്ചാൽ, മിസൈൽ വിക്ഷേപണത്തിന് തയ്യാറായാൽ, ഏതെങ്കിലും ഒരു വിമാന എഞ്ചിൻ പരീക്ഷിക്കുന്നതായിട്ട് കണ്ടാൽ, റോക്കറ്റ് വിക്ഷേപണം നടത്താനൊരുങ്ങിയാൽ ഒക്കെ നാടകീയമായിട്ട് ഇവരെവിടെ നിന്നാണെങ്കിലും ഈ ഇന്ത്യൻ സമുദ്ര മേഖലയിലേക്ക് വരും. അപ്പോൾ അവർക്ക് ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ സിഗ്നലുകൾ പിടിച്ചെടുത്ത് നമ്മളുടെ ഈ ഉപഗ്രഹത്തിന്റെ സ്വഭാവം, ചാര ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കാറുണ്ട്, അതേപോലെ സർവേ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട്, കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വിക്ഷേപിക്കാറുണ്ട്, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് വിക്ഷേപിക്കാറുണ്ട്. ഇവയിൽ നിന്നുള്ള സിഗ്നലുകളെ നമ്മൾ പലപ്പോഴും ഈ സിഗ്നലുകളെല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൊട്ടക്റ്റീവായിട്ടാണ്, അത് നമ്മൾക്ക് മാത്രം കിട്ടുന്ന രീതിയിലാണ് അത് ആ ഉപഗ്രഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും രീതിയിൽ പഴുതുണ്ടെങ്കിൽ അതിൽ നുഴഞ്ഞു കയറി അത് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഈ സോണാർ, റഡാർ, സെൻസർ സംവിധാനങ്ങൾ ഇവർ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ PLAN എന്ന് പറയുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ രഹസ്യ ശേഖരണ കപ്പലുകൾ പല വിഭാഗത്തിലുണ്ട്. ടൈപ്പ് 815 സീരീസുകളാണ് ഇതിൽ പ്രധാനം. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? 815-ന്റെ 815 ഉണ്ട്, 815G ഉണ്ട്, 815A ഉണ്ട്, ഡെങ്സിയാവോ ക്ലാസ് ഉണ്ട്. ഇവ സാധാരണ ഇലക്ട്രോണിക് നിരീക്ഷണ കപ്പലുകളാണ് എന്നാണ് വിദേശ വിദഗ്ധർ പറയുന്നെങ്കിൽ ഇവരത് സമ്മതിക്കില്ല. ഇവർ സർവേ കപ്പൽ എന്നാണ് പറയുന്നത്, സമുദ്ര സർവേ എന്നാണ്. ചൈനയുടെ ഒരു പണ്ടത്തെ സ്ഥായി ഒരു ഭാവം എന്ന് പറയുന്നത് നുണയാണല്ലോ. നുണയാണ്, ചതിയും നുണയല്ലാണ്ട് ചൈന എന്നുള്ള സർക്കാർ ഗവൺമെന്റിനെ അല്ലെ ചൈന രാജ്യത്തെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ അനുഭവമാണ് പറയുന്നത്, 62 തൊട്ടുള്ള നമ്മുടെ അനുഭവമാണ് നമുക്ക് പറയാൻ പറ്റും, വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഇവര് ഈ ചാരക്കപ്പൽ അവർ പറയുന്നത് മത്സ്യ ലഭ്യതയും സാന്ദ്രതയും പരിശോധിക്കുക, സമുദ്ര താപനില പരിശോധിക്കുക, സമുദ്ര വിതാനത്തിലെ ഒഴുക്ക്, മഞ്ഞ്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ വേലിയേറ്റവും വേലിയിറക്കമായിട്ട് ബന്ധപ്പെട്ട് മഞ്ഞുരുക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെല്ലാം പരിശോധിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഒരു ഇലക്ട്രോണിക് സിഗ്നൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമായിട്ടാണ്
നമ്മൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ആണവ അന്തർവാഹിനികൾ, ഡീസൽ വാഹിനികൾ ഇവയുടെ റൂട്ടുകൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള ശബ്ദം പിടിച്ചെടുത്ത് ആ എഞ്ചിന്റെ കപ്പാസിറ്റി, അതിന്റെ നീക്കങ്ങൾ, അതിലെ വാർത്താവിനിമയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുക. ഇതെല്ലാം ഡീകോഡ് ചെയ്താലും കിട്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നെങ്കിൽ പോലും ആധുനിക സാങ്കേതിക വിദ്യയിൽ ട്രാൻസ്ലേഷൻ മെത്തേഡിലെല്ലാം അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഇവര് ഈ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് AG-1-851 എന്ന് പറയുന്ന ഡിയാൻ വാങ്സിങ് എന്ന് പറയുന്ന ഒരു ശ്രേണിയിലുള്ള ഒരു കപ്പലിന് വിട്ടിട്ടുണ്ട്. AG-1-792 പൊളാരിസ് എന്ന് പറഞ്ഞ് മറ്റൊരു കപ്പലിനെ വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ AG-1-793 യുറാനസ് എന്നിവ. ഇവ മൂന്നും ഇപ്പോൾ ഇന്ത്യയുടെ സമുദ്ര തീരത്തിന്റെ പരിധിക്ക് പുറത്ത്, അതായത് നമ്മുടെ അതിർത്തിക്ക് പുറത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. കൂടാതെ ഷിയാൻ ക്ലാസ്സിലുണ്ട്, യുവാൻ വാങ് 5 ഉണ്ട്, ഷെൻഹാവോ 6 ഉണ്ട്. ഇത്രയൊക്കെ ഇവരുടെ കപ്പലുകളാണ്. ഇവയെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഈ സിഗ്നലുകൾ പിടിച്ചെടുക്കാനായിട്ട് ഒരു വലിയൊരു കപ്പൽ സമൂഹം തന്നെ ഇന്ത്യക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ചെയ്യാനായിട്ട് എന്താ മാർഗം എന്ന് പലരും ചോദിക്കും. ഇന്ത്യക്ക് ഈ മാർഗമുണ്ട്. അതിൽ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിക്കുക. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ തെറ്റായ കുറെ സിഗ്നലുകൾ കൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുക. അതിന് സാധിക്കും. ഒരു മിസൈലിൽ നിന്ന് വരുന്ന അതേ സിഗ്നലുകൾ തെറ്റായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിടാൻ. എന്നാലും ഇപ്പൊ ഇത്രയും കപ്പലുകൾ വിന്യസിച്ചിരിക്കുമ്പോൾ ഇതിനെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര തെറ്റായി കൊടുത്താലും ശരിയായിട്ടുള്ളവരുണ്ടാവുമല്ലോ. ഇല്ല, അത് നമ്മൾ നേരത്തെ ഇവര് ശ്രീലങ്കയുടെ തീരത്ത് വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിഗ്നലുകളെ നമ്മുടെ സിഗ്നലിന്റെ പരിധികളെ ജാമർ വെച്ച് ആ പ്രദേശത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്താണ് ഒരിക്കൽ ഇവർ ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്ത് വന്നപ്പോൾ നമ്മൾ ചെയ്തത്. ഇതേപോലെ തന്നെ ഉപഗ്രഹങ്ങളിൽ നിന്ന് അന്ന് തെറ്റായ സിഗ്നലുകൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഈ നമ്മൾ വിക്ഷേപണം ചെയ്യുന്ന പ്രദേശങ്ങളിൽ മൊത്തം സിഗ്നലുകളുടെ തിരക്കായി. അപ്പൊ ഇവർ ഏതിൽ നിന്ന് വരുന്ന സിഗ്നൽ ആണെന്ന് ഇവർക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ നമ്മൾ ഗ്രൗണ്ട് സിഗ്നൽസും കൊടുത്തു. അപ്പൊ എയർ, ഗ്രൗണ്ട്, സോണാർ സിഗ്നലുകളെ മിക്സ് ചെയ്ത് വിടുക എന്നതാണ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മിടുക്കന്മാരായതുകൊണ്ടാണല്ലോ ചൈനയേക്കാൾ നല്ല മിസൈൽ നമ്മൾ കൊണ്ടുപോയത്. അപ്പൊ അവർക്ക് ചൈനയുടെ ഈ തന്ത്രത്തെ മറികടക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചൈന അത്രമാത്രം ഈ നമ്മുടെ മിസൈൽ ശ്രേണിയെ, പ്രത്യേകിച്ച് ബ്രഹ്മോസ് ശ്രേണിയെ ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിൽ ചെന്നതും ഫിലിപ്പീൻസിന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞതും അതൊരു വ്യാപാരത്തിൽ, വലിയ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇതിന്റെ ഈ സാങ്കേതിക വിദ്യ ഇതുവരെ ആർക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ലോകത്തിലെ നമ്പർ 1 മിസൈലാണെന്ന് ഓർക്കണം. അമേരിക്ക പോലും ഇതിന്റെ പിറകെയാണ്. ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ ഇപ്പൊ രൂക്ഷമായിട്ട് അതിർത്തി തർക്കം കടൽ അതിർത്തി തർക്കം വളരെ ശക്തമാണ്. അപ്പൊ എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ അടങ്ങിയിരിക്കുകയില്ല. പക്ഷെ അവർക്ക് പിടികൊടുക്കാത്തതിന് മേലെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. ഇവരുടെ ഈ ശ്രമങ്ങളെല്ലാം പാഴ്വേലയാകും വീണ്ടും.